Hello, my name is Ajit and I am a NEET dropper 2026. And ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നവംബർ 27, ഇനി ഒരു 5 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ നീറ്റിനായിട്ട്. 5 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റ് എക്സാമാണ്. എൻ്റെ കയ്യിലൊരു ഓൺലൈൻ ബാച്ചിലോ ഓൺലൈൻ ക്രാഷ് കോഴ്സിലോ ഒന്നുമില്ല, ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഒന്നുമില്ല. എനിക്ക് ഡ്യൂ ടു സം ഹെൽത്ത് പ്രോബ്ലംസ് എനിക്ക് എൻ്റെ സമയമൊക്കെ ആകെ പോയി. എൻ്റെ സമയവും എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡേറ്റും ഒക്കെ കഴിഞ്ഞു. ഇപ്പം ആ പോയ കാര്യമൊക്കെ കഴിഞ്ഞ പോയ കാര്യം കഴിഞ്ഞ പോയ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് 5 മാസം ഉണ്ടെന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് 3 മാസം അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിയും കെമിസ്ട്രിയും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ബയോളജിയും കെമിസ്ട്രിയും കുറച്ച് സിമ്പിളായിരിക്കും. അവിടെ ബയോളജിയും കെമിസ്ട്രിയും മാക്സിമം ഞാൻ എൻ്റെ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട് കെമിസ്ട്രിയിൽ ആകെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മാത്രം അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും, ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അതിന് ഫിസിക്സിൽ PYQയും കെമിസ്ട്രിയിൽ എല്ലാത്തിലും ഡെയിലി PYQയും ചെയ്യാനൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ പോയിട്ട് നീറ്റിൻ്റെ കണ്ടൻറ്റുള്ള വീഡിയോസ് മാത്രം ബെഞ്ച് വാച്ച് ചെയ്യുക. നമ്മുടെ യൂട്യൂബിൽ ലോട്ട്സ് ഓഫ് റിസോഴ്സസ് ഉണ്ട്. മറ്റേ നീറ്റ് പഠിക്കാനായിട്ട് ലോട്ട് ഓഫ് റിസോഴ്സസ് ഉണ്ട്. നമുക്ക് നീറ്റിൽ ഇഷ്ടം പോലെ പഠിക്കാനുള്ളതുണ്ട്. അതിൽ നമുക്ക് യൂട്യൂബിൽ പോയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ സൈലോ അല്ലെങ്കിൽ ജൂപോർട്ടിലോ പോയിട്ട് നല്ലൊരു ക്രാഷ് കോഡ് പോയിട്ട് ബുക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് പോയിരുന്ന് പഠിക്കണം. പക്ഷേ ഈ തേർഡ് ഓപ്ഷനിൽ ഞാനത് യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈലമായാലും ജൂപോർട്ടായാലും എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ലോങ്ങാണ്. അപ്പോൾ ലോങ് പോയിട്ട് ഇങ്ങനെ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാവലിങ്ങിൻ്റെ സമയവും കൂട്ടുമ്പോൾ കുറേ ടൈം വേസ്റ്റിങ്ങാണ്. അപ്പം മെയിനായിട്ട് ഞാൻ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെയുള്ള സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 +2 മര്യാദയ്ക്ക് ഇന്ന് പഠിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ നോട്ടുണ്ട്. എൻ്റെ കയ്യിൽ +1 +2 എൻ്റെ നോട്ടുണ്ട്. അതുകൊണ്ട് മാത്രം എനിക്ക് വലിയ ടെൻഷനില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നോട്ടായാലും പഠിച്ച് പോയാൽ മതി. പിന്നെ എൻ്റെ പഴയ NCERT ഞാൻ ഇഷ്ടംപോലെ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ പേടിയുമില്ല. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ PYQ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ PYQക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ പഴയ മൊഡ്യൂൾ എനിക്ക് തന്നിട്ടുണ്ട്. പഴയ മൊഡ്യൂൾ ഞാൻ വേറെ മറ്റേ ഫിസിക്സ് പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്തിലുള്ള വലിയൊരു മറ്റേ ഈ എഡ്യൂക്കേഷൻസിൻ്റെ പരമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ഫിസിക്സ് പോലെ എന്ന് പറഞ്ഞിട്ടുള്ള 38 ഇയേഴ്സിൻ്റെ മറ്റേ ബയോളജി. ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും വാങ്ങിച്ചില്ല, ഞാൻ ബയോളജി മാത്രം വാങ്ങിച്ചതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജി എന്തായാലും ഫോക്കസ് ചെയ്തിട്ട് അതിൽ 360 മാർക്ക് ഫുള്ള് വാങ്ങിക്കാനാണ് എൻ്റെ എയിം. നമ്മൾ എന്താണെങ്കിലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ലെങ്കിലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. എന്നാലേ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ഇതുണ്ട്, ഫുള്ളുണ്ട്. +1 +2 അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു 200-250 മാർക്ക് വാങ്ങിക്കാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതിന് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നമുക്ക് ഞാൻ ആദ്യമേ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഓർഗാനിക് ഇൻഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക്കൊക്കെ നന്നായി പഠിച്ചാലേ നമുക്ക് അതിന് ബേസ് സെറ്റായ കെമിസ്ട്രിയിൽ ആ ബേസ് സെറ്റായാലേ നമുക്ക് ഫുള്ള് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ബയോളജി മോസ്റ്റ് ഓഫ് ദ ടൈം ബയോളജി സിമ്പിളാണ്. ബയോളജി നമുക്ക് അധികമൊന്നും പഠിക്കാനില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ ഫിസിയോളജി +1 +2 ഒന്നും ഇഷ്ടമുണ്ടാവാത്ത സാധനമായിരുന്നു. ആ പ്ലാൻ ഫിസിയോളജി എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു, ചാപ്റ്ററായിരുന്നു. അപ്പോൾ പ്ലാൻ ഫിസിയോളജി ഒന്നും കൂടെ വായിക്കണം. അപ്പോൾ അതല്ലാണ്ട് വേറൊരു പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ
തുടങ്ങിയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് ആൾക്കാർ മോട്ടിവേറ്റ് ആവണം. അങ്ങനെ മോട്ടിവേറ്റ് ആയിട്ടും മറ്റേ 2-3 മാസം കൊണ്ട് നന്നായി പഠിച്ച് നീറ്റ് ലെവൽ ഏതൊരു ഗവൺമെൻറ് എക്സാം ആയാലും ക്രാക്ക് ചെയ്യാൻ പറ്റിയ മെൻറ്റാലിറ്റി വരണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിക്കുക.